ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. നമുക്ക് ഈ ലോകത്ത് ഇഷ്ടം പോലെ പാട്ടുകാരുണ്ട്. അപ്പോൾ ആ പാട്ടുകാർ എല്ലാവർക്കും ഓരോ ഇഷ്ടമല്ലേ. ചിലർക്ക് യേശുദാസിനെ ഇഷ്ടമാണ്, ചിലർക്ക് MG സാറിനെ ഇഷ്ടമാണ്, ചിലർക്ക് ജയചന്ദ്ര സാറിനെ ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് പാട്ടുകാരുണ്ടല്ലോ. നമ്മുടെ ഇത് SBB, പിന്നെ SBB സാറ്, പിന്നെ ആരായിരുന്നു മണിരത്നം സാറ്, പിന്നെ ഇളയരാജ സാറ്, ഇങ്ങനെ ഒരുപാട് പാട്ടുകാർ. നമ്മുടെ പിന്നെ ലേഡീസിന് നോക്കുവാണെങ്കിൽ ചിത്ര ചേച്ചി, സുജാത മാം, പിന്നെ മഞ്ചരി മാം, അങ്ങനെ കുറേ പാട്ടുകാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ ചിലരുടെ പാട്ട്, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, അവർ തന്നെ ആണെങ്കിൽ പോലും, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് ചില പാട്ട് പാടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് രസിക്കാൻ വരത്തില്ല. പക്ഷേ എനിക്ക് MG സാർ ചില പാട്ട് പാടും. പൊന്നു, ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ പാടുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. മനുഷ്യന് എന്താ പറയുക, ആ പാട്ടിലേക്ക് ലയിച്ച് ചേരുമല്ലോ. നമ്മളെ തന്നെ മറന്നങ്ങ് ഇല്ല, എന്താ പറയുക, നമ്മൾ തന്നെ മതിമറന്നിരുന്നു പോകുന്ന രീതിയിൽ ആ മനുഷ്യൻ പാടിക്കളയും ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ദൈവമേ, ഈ മനുഷ്യൻ തന്നെയാണ് ഇത് പാടിയത്. അതുമല്ലാണ്ട് ഒരേ സ്വരത്തിലുള്ള പല സിംഗേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വരുന്നുണ്ട്. യേശുദാസിൻ്റെ സ്വരത്തിൽ പിന്നെ ഇപ്പോൾ കുറേ സിംഗേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ MG സാറിൻ്റെ സ്വരം അനുകരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വോയിസ് പാടിയാൽ വോയിസ് അനുകരിക്കാനേ പറ്റൂ. പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല. യേശുദാസിൻ്റെ വോയിസ് തന്നെ ഉള്ള വ്യക്തികളുണ്ട്, നല്ല സിംഗേഴ്സ് ഉണ്ട്. പക്ഷേ MG സാറിൻ്റെ വോയിസിൽ ഒരു കോമഡിയായിട്ട് പാടുന്ന ആൾക്കാരുണ്ട് എങ്കിൽ പോലും ഇത് വന്നിട്ടില്ല. എങ്ങനെയാ പറയുക അതിന്, അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് MG ശ്രീകുമാർ സാർ. എന്തുവാ അത്, ചില പാട്ടൊക്കെ പാടിക്കഴിയുമ്പോൾ നമ്മളെ തന്നെ മതിമറന്ന് നിൽക്കുന്ന ഒരു രീതി. അതിൽ എനിക്ക് പിന്നെ MG സാറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പുള്ളിക്കാരൻ പാടുന്ന ഹിന്ദു സോങ്സ്, സിനിമ സോങ്സ് അല്ല ഞാനീ പറയുന്നത്, പിന്നെ ക്രിസ്ത്യൻ സോങ്ങും ഈ പിന്നെ ഭക്തിഗാനങ്ങളും ഒക്കെ ദൈവമേ, ആ മനുഷ്യന് അത് പാടുന്ന അത്രയും ഒരു പാട്ടും അങ്ങോട്ട് അത്രയും ഇത് വന്നിട്ടില്ല. ഓളം തള്ളിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും എല്ലാം കൂടെ പിടിച്ചൊലയ്ക്കുന്ന രീതിയിലുള്ള പാട്ട് ഭയങ്കര റെയറാണ്. ഭയങ്കര രസമാണ് കേൾക്കാൻ തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിൽ ഒരു പാട്ടാണ്, വാനം പാടി പാടുമ്പോഴെന്നുള്ളം വാട്ടുന്നു നിന്നെ ലോകികനാഥായേശുവേ, തേനിൽ നിന്നും തീരം തേടും മേഘം പോലെന്നിൽ പെയ്തു നിൻ സ്നേഹഗാനം മോചക. വാനം പാടി പാടുമ്പോഴെന്നുള്ളം വാഴ്ത്തുന്നു നിന്നെ ലോകികനാഥായേശുവേ, വേനിൽ നിന്നും തീരം തേടും മേഘം പോലെന്നിൽ പെയ്തു നിൻ സ്നേഹഗാനം മോചക. ആ പാട്ടൊന്ന് നിങ്ങൾ കേട്ട് നോക്കുക. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. എന്നുവെച്ച് അത്ര രസമായിട്ടാണ് ആ മ്യൂസിക് ആവട്ടെ, ആ സോങ് ആവട്ടെ. എൻ്റെ ദൈവമേ, വരി കൊണ്ട് ഭംഗിയായതാണോ, അതിൻ്റെ മ്യൂസിക് കൊണ്ട് ഭംഗിയായതാണോ, ഇല്ല MG സാർ പാടിയത് കൊണ്ട് ഭംഗിയായതോ? എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ആ വരിയുടെ ഭംഗി ആ മ്യൂസിക് കൊടുത്തപ്പോൾ കിട്ടി. ആ മ്യൂസിക്കിൻ്റെ ഭംഗിയും വരിയുടെ ഭംഗിയും MG സാറിനെ കൊണ്ട് പാടിച്ചപ്പോൾ കിട്ടി. എൻ്റെ ദൈവമേ,
മൂന്നും കൂടെ ചേർന്നപ്പോൾ കലക്കി മക്കളെ, കലക്കി. അടിപൊളി പാട്ടാട്ടോ, കേട്ട് നോക്ക്.